ഈ തൂഫാൻ വാര്യർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പോയിട്ട് കൊടുവാളെടുത്തിട്ട് ഓനെ കൊത്തുവന്ന് നിൽക്കണ്ട, ഓനെ അർത്ഥകളി നിങ്ങൾ മുണ്ടണ്ടേക്ക്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്. നമുക്ക് പോലീസിന് ഇത് കണ്ടാൽ മനസ്സിലാവുമോ? പോലീസുകാരെ കാണുമ്പോൾ മറ്റൊരു ചെതറിപ്പോവില്ലേ? ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഓലുമ്മളെ കാണുമ്പം മാറിപ്പോവില്ലേ? അതുകൊണ്ട് പോലീസുകാരന് ഇത് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സാധനം ഈ മണ്ണിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആർക്കായിരിക്കും? പറ, ആർക്കായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക? ഞാനൊരു ഫോട്ടോയും കൂടി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് തിരിയും. ഇവിടുത്തെ ഒരൊറ്റൊരാളെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. ഈ പെൺകുട്ടീനെ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? എത്ര മിടുമിടുക്കി പെൺകുട്ടിയാണ്. ഇത് തൃശ്ശൂരുള്ള ഡോക്ടറാണ്. ഈ ഡോക്ടറെ അടുത്ത് നിന്നാണ് 5.500 ഗ്രാം രാസലഹരി പിടിച്ചത്. ഇതിന് തൊട്ട് താഴെയുള്ള പെൺകുട്ടി, 2 പെൺകുട്ടി ഉണ്ട് ഇതിൽ. ഇത് ഫിസിയോതെറാപ്പിയിൽ ഡോക്ടറേറ്റുള്ള കുട്ടിയാണ്. ഇവളെ കയ്യിൽ നിന്നാണ് 500 ഗ്രാം രാസലഹരി പിടിച്ചത്. 2 പ്രാവശ്യം പിടിച്ചിട്ട് വിട്ടതാ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഡോക്ടറാണോ എൻജിനീയറാണോ കലക്ടറാണോ എന്നൊന്നുമില്ല. വെളുത്തോൻ്റെ അടുത്ത് ഇത് ഉണ്ടാവില്ല, കറുത്തോൻ്റെ അടുത്താണ് ഉണ്ടാവുക, അപ്പം രാഷ്ട്രീയ പ്രവർത്തകൻ്റെ അടുത്ത് ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഏതൊരു മനുഷ്യനെയും ട്രാപ്പിൽ വീഴ്ത്താൻ എളുപ്പമാണ്. പോലീസിന് പോലും പേടിയാണ് ഈ ലോകത്ത് ജീവിക്കാൻ. അതുകൊണ്ട് ഇന്ന് മുതൽ തൂഫാൻ വാര്യർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തൂഫാൻ വാര്യർ, തൂഫാൻ എന്ന് പറയുന്ന പരിപാടിക്ക് നമ്മൾ ഒരു ഫോൺ നമ്പറാണ് ഈ തൂഫാൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഞങ്ങളോടൊപ്പം പോരാളിയാവാൻ പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? ഈ നമ്പറാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഈ നാട്ടിൽ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എന്താ? ഓനെ പോയിട്ട് അടിക്കുക ചെയ്യേണ്ടത്. അടിച്ചിട്ടുണ്ട് ഓൻ്റെ ടീം വന്നിട്ട് നമ്മളെ തമർത്തും, ഭീകരന്മാരാവല്. പക്ഷെ ഒരു പാവങ്ങളാ. ഈ ലഹരി വിൽക്കുന്നവനൊന്നും ഭീകരന്മാരെന്നല്ല കേട്ടോ. ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റവൻ്റെ സമ്പാദ്യം കണ്ടിട്ട് അതിലേക്ക് മായികമായിട്ട് വീണു വന്നാ. എല്ലാവരും പിടിച്ചാൽ ഒലിക്കൊരു വിഷയമില്ല. നമ്മൾ ചില പാർഷ്യാലിറ്റി കാണിക്കുമ്പോഴാണ് വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് പാർഷ്യാലിറ്റി ഒന്നും വേണ്ട. ആരുപയോഗിച്ചാലും നമ്മളെ മക്കൾ നാളെ ഇതിലേക്ക് പെട്ടുപോകുമെന്നുള്ള പേടി ഉണ്ടാവണം. നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, ഈ ചങ്ങാതി ഇതും കൊണ്ട് നിൽക്കുമ്പോൾ ഈ ചങ്ങാതിൻ്റെ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ അയച്ചു തരാം. ആ സാധനം ആ ഫോട്ടോത്തിലുണ്ട് എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്. അതുകൊണ്ട് വളരെ നമ്മൾ ഇതിൻ്റെ തൂഫാൻ അനുസരിച്ച് ഇത് മാറുന്നതിനനുസരിച്ച് ഓലും എന്ത് ചെയ്യുന്നുണ്ട്? ടെക്നിക്സൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓല് ലൊക്കേഷനിൽ കൊണ്ടാച്ചിട്ട് ഓല് തെറ്റിക്കളയുന്നുണ്ട്. അപ്പോൾ ഇത് എടുക്കുന്ന ചങ്ങായി നമുക്ക് കൊണ്ടുവരണം. അത് നമ്മളെ മക്കളായിട്ടായിരിക്കും. ആരും നമ്മൾ മാറ്റി നിർത്തരുത്. ഓനൊന്നും നമ്മൾക്ക് ശിക്ഷിക്കാനൊന്നും താല്പര്യമില്ല. ഇങ്ങനെ ഉപയോഗിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകണം. ഇതിൻ്റെ സോഴ്സിനെയാണ് നമുക്ക് പിടിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ വടകര താഴെയങ്ങാടിയിൽ നിന്ന് പിടിച്ച ചങ്ങാതിൻ്റെ മൊഴിയുടെയും പശ്ചാത്തലത്തിലാണ് ഈ ടീച്ചറെ പിടിക്കുന്നത്. ടീച്ചറെ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റേ ടീച്ചറെ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാം, ഈ വേരുകളെ നമുക്ക് അറുത്തു മാറ്റണം. അപ്പോൾ ഈ ടീച്ചറെ പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവണം. ഈ നാടിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യ ബോധമുണ്ടാവണം. ആ ബോധമാണ് നമ്മളെ വിജയം. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ നമ്പർ ഓർമ്മിച്ച് വെച്ചോ. 99 95 96 6666 എന്നതാണ് തൂഫാൻ്റെ നമ്പർ. ഈ നമ്പർ നിങ്ങളെല്ലാം ജീവൻ മരണ പോരാട്ട നമ്പറായിട്ട് കണക്ക് കൂട്ടണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ ഫോട്ടോ എടുത്തിട്ട് ലൊക്കേഷനോട് കൂടി ഇട്ടുതന്നാൽ വളരെ സുഖം. നിങ്ങൾ ഒരു കാരണവശാലും സംശയിക്കരുത്. ഈ ഫോൺ തിരുവനന്തപുരത്തുള്ള ഒരു വളരെ രഹസ്യമായ സങ്കേതത്തിലേക്ക് പോവുക. വിളിക്കുന്ന ആളെ ഫോൺ നമ്പർ അതിൽ പോവുകയില്ല. നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങൾ അവിടെ നിന്ന് ഈ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു പോലീസിൻ്റെ കയ്യിൽ, എക്സൈസിൻ്റെ കയ്യിൽ, ആരോഗ്യവകുപ്പിൻ്റെ ഏതെങ്കിലും ഒരു ചങ്ങായിക്ക് അയച്ചു കൊടുക്കും. ഓല ചങ്ങായിനെയും കൂട്ടി പോകുമ്പോൾ നിങ്ങൾക്കുള്ളിൽ എന്തുണ്ടാവണം? സന്തോഷമുണ്ടാവണം. നിങ്ങൾ ഒരു കാരണവശാലും ഈ സംഗതി ആരോടും ഷെയർ ചെയ്യരുത്. സ്വന്തം ഭർത്താവോടും പറയരുത്, സ്വന്തം ഭാര്യയോടും പറയരുത്, സ്വന്തം മക്കളോടും പറയരുത്. ആരാ ഇതിൻ്റെ കണ്ണിൽ നിന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം ഇങ്ങനെ ഇങ്ങനെ പ്രകടിപ്പിക്കണമെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് പൈപ്പ് തക്തി തുറന്നിട്ടിട്ട് നാക്കിയിട്ട് ഇങ്ങ് പോരുക. പറഞ്ഞ മനസ്സിലായില്ലേ? എന്നാലും മറ്റുള്ളവരോട് ഇത് പോലീസ് കാണിക്കുന്ന ജാഗ്രത നിങ്ങളും കൂടി കാണിക്കണം. കോഴിക്കോട് നിന്ന് കഴിഞ്ഞ ദിവസം 400 ഗ്രാം പിടിപ്പിച്ചത് ഒരു അമ്മയാണ്, വീട്ടമ്മയാണ്. ആ അമ്മയ്ക്ക് എന്ത് ശരിക്കും നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ സ്വർഗത്തിലെത്തും. അങ്ങനെ ഒരു പിടുത്തം നമുക്ക് പിടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഇന്ന് മുതൽ ഈ നമ്പർ മറന്നു പോകരുത്. ഇതിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇതിൻ്റെ പ്രശ്നങ്ങൾക്ക് വീട്ടിലൊന്നും മനസ്സിലാവില്ല കേട്ടോ. 6 മാസം ഇത് തുടർച്ചയായി കിട്ടിയാൽ ചങ്ങായി ഇങ്ങനെ തന്നെ പോവും, ചങ്ങായിച്ചി ഇങ്ങനെ തന്നെ പോവും. പക്ഷെ ഇതെപ്പോൾ മനസ്സിലാവുന്നറിയാം? 6 മാസം കഴിയുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും സംശയം തുടങ്ങും. ഭർത്താവാണെങ്കിൽ ഭാര്യനെ മെല്ലെ സംശയം. ആരെയാണ് വിളിക്കുന്നത്? ഇനിയടി അങ്ങ് പോയിന് വന്ന് എന്ന് പറഞ്ഞാൽ കച്ചറ തുടങ്ങും. ഭാര്യ ഉപയോഗിക്കുന്നെങ്കിലോ ഭർത്താവിനെ സംശയം തുടങ്ങും. 6 മാസം സംശയം തുടങ്ങും. 9ാമത്തെ മാസത്തിൽ എന്ത് സംഭവിക്കുന്നറിയോ? ജനിപ്പിച്ച കുട്ടിയിൽ സംശയം തുടങ്ങും. ഇവൻ എൻ്റെ മോനല്ല,
അങ്ങോട്ടല്ല ഓൻ്റെ മോനെ പോലെ തന്നെ ഉണ്ട്. ഇങ്ങനെ വീട്ടിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കച്ചറ തുടങ്ങും. പറഞ്ഞ മനസ്സിലായില്ലേ? 1.25 കൊല്ലാകുമ്പോഴേക്കും സമൂഹ മധ്യത്തിൽ ഒരു പ്രാവശ്യം പോലും അടികൂടാത്ത മനുഷ്യന്മാർ സമൂഹ മധ്യത്തിൽ പ്രശ്നക്കാരനായി മാറും. അപ്പോഴേക്കും നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രാസലഹരി ആ റോഡ് പോലെയാണ്. ആ റോഡ് കണ്ടോ നിങ്ങൾ മേലെ കൂടി പോകുന്നത്? അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അതിൻ്റെ പ്രത്യേകത എന്താ പറ? അയിമലങ്ങ് കാര്യമില്ലേ, ബേക്കോട്ടേക്ക് വരുവാൻ പറ്റൂല. ശ്രദ്ധിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് പയ്യോളിയായിട്ട് അങ്ങ് തിക്കോടി ഇറങ്ങണമെങ്കിൽ ഇങ്ങനെ നോക്കണം. ആ നോട്ടങ്ങ് മാറിപ്പോയാൽ പിന്നെയും പോവും. കൊയിലാണ്ടി ആറ്റ എത്തുക, അപ്പോഴേക്കും നിങ്ങൾ പെട്രോൾ തീർന്നു വയ്ക്കുന്നുണ്ടാവും. ശരിയല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാസലഹരിയുടെ ഭീകരത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇതിനെ കെട്ടിക്കണം. നിങ്ങളെ ഭർത്താവിനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിൽ മക്കളെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഈ നിങ്ങളെ പ്രശ്നങ്ങൾ ഞങ്ങളോടല്ല കേട്ടോ, ഇനി ഞാളില്ല, ഞാളും നിങ്ങളെല്ലാം സെയിമാണ്. എന്നെ നിങ്ങൾ വിശ്വസിക്കണ്ട കേട്ടോ, ഞാനും ഇതിൻ്റെ ഏജൻ്റാണ് നിങ്ങൾ സംശയിക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഈ ലഹരിക്കെതിരെ പോരാട്ടം നടത്തിയ ഈ ലഹരിക്കെതിരെയുള്ള സംഘടനയുടെ കേരള സംസ്ഥാന സെക്രട്ടറിൻ്റെ കയ്യിൽ നിന്നാണ് ഇത് കിട്ടിയത്. ഓൻ്റോട് ഞാനും പോയി കേട്ടോ, ക്ലാസ് എടുക്കുക, ഒന്ന് ആലോചിച്ച് നോക്ക്. ഓൻ തന്ന വെള്ളത്തിലാറ്റ് ഇതുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആരാളായിട്ടുണ്ടാവും? പറഞ്ഞാൽ മനസ്സിലായില്ല നിങ്ങൾക്ക്? ഡോക്ടറെ അടുത്തുനിന്ന് കിട്ടുന്നു, എഞ്ചിനീയറെ അടുത്തുനിന്ന് കിട്ടുന്നു, കുട്ടികളുടെ അടുത്തുനിന്ന് കിട്ടുന്നു. ഇപ്പോൾ ആരെയും നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പോൾ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുക? വളരെ സിമ്പിളാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഇത് ഉപയോഗിക്കുന്ന കുട്ടീൻ്റെ ചുണ്ട് ഡ്രൈ ആയിരിക്കും, കണ്ണുള്ളിലേക്ക് പോകും. ഇതൊരു പ്രത്യേക കോലത്തിലാവും ഈറ്റകൾ. മുടിയെല്ലാം എന്തല്ലോ ചപ്ര ചുപ്ര, ട്രൗസർ ഇടയല്ലോ, ഒരു വൃത്തി ഉണ്ടാവില്ല ഈറ്റകൾ. ഞാൻ കോഴിക്കോട് കഴിഞ്ഞ ദിവസം എൻ്റെ മക്കളോട് പോയപ്പോൾ ആടെയുള്ള കുട്ടികളെല്ലാം കാണും, പാൻ്റെല്ലാം കീറി പറിച്ചിക്ക്, മുട്ട് കീറീന്, ബേക്ക് കീറീന്. ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു, എല്ലാ മോളെ ഇങ്ങനെ ഗതി കിട്ടുമോ കോഴിക്കോട് സിറ്റി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ ഇത് ട്രെൻഡാണ്, ട്രെൻഡ് ഇങ്ങനെ. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ 2 കുടുക്കില്ലാത്ത പാൻറ്റ് ഞാൻ മാറ്റി വെച്ചിന്. പിന്നെ ഭാര്യയോട് പറഞ്ഞു, ഇതെല്ലാം ഇട്ടോ, കുടുക്കൊന്നും വേണമെന്നൊന്നുമില്ല ഇപ്പം കേരളത്തിൽ, എന്തെങ്കിലും ഇട്ടങ്ങ് നടന്നാൽ മതി. പക്ഷേ എനിക്ക് പേടിയായപ്പോന്നറിയോ, കഴിഞ്ഞ ദിവസം എലത്തൂരിൽ നിന്ന് ഒരു ലഹരീൻ്റെ ഈ ചങ്ങായിനെ കിട്ടിയപ്പോൾ തൂഫാൻ എന്ന് പറയുന്ന പരിപാടി ഇത്രയേറെ ശക്തമായപ്പോൾ ഓരോ പോലീസുകാരനെ കാണുമ്പോൾ ഈറ്റേക്ക് പേടിയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവരെങ്ങനെയാണ് കൊടുക്കുക ഇത്? അപ്പോഴാണ് ഇവർ കണ്ടുപിടിച്ച മാർഗം, മുട്ട് കീറിയ പെയിൻറ്റ്. വ്യാഴാഴ്ച മുട്ട് കീറിയ പെയിൻറ്റ്. അപ്പം മുട്ട് കീറിയ വ്യാഴാഴ്ച ഇടുമ്പോൾ ഓന് കൊണ്ടു കൊടുക്കും ഇത്. ബുധനാഴ്ച മൂക്കും വലിയ നമ്മളിങ്ങനെ പൈക്ക് മൂക്കുത്തും ഒരു സാധനം ഇങ്ങനെ ഇടിക്കും. ഞങ്ങൾ കുറേ പെൺകുട്ടികളെല്ലാം ഇവിടെ ഇങ്ങനെ ഒരു സാധനം. എൻ്റെ മോളും പറഞ്ഞു, അച്ഛാ അത് നല്ലത്. ഞാൻ പറഞ്ഞു, അത് കിട്ടിക്കണ്ടേ എനിക്ക് ആരെങ്കിലും ലഹരി തന്നിക്കണ്ടേ ഇനി അതിലോടെ ഇങ്ങ് പോകും. ഇതെല്ലാം സിഗ്നലാണ്. ഒരു കൈമ്മ കാതിൽ ചരട്, എന്തെല്ലോ ഒരു കാട്ടിക്കൂട്ട് അങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഇത് വീട്ടിൽ ഉപയോഗിക്കുന്ന ആളെ കാണണമെങ്കിൽ നിങ്ങൾ ആരും സംശയിക്കുന്നു വേണ്ട. നിങ്ങൾ ഈ ലഹരി ഉപയോഗിച്ച് നശിച്ചു പോയ ഭീകരന്മാരായ പോലീസ് പേപ്പറിൽ വരുന്ന മനുഷ്യന്മാരുടെ ഫോട്ടോ ഒരു നോട്ട് ബുക്കിൽ ഒട്ടിക്കുക, അല്ല ഒട്ടിച്ച് വെച്ചോ. എന്നിട്ട് ഒരു 3 മാസം കൂടുമ്പോൾ ചെക്കനെയും പെണ്ണിനെല്ലാം മുന്നിൽ കൊണ്ടാക്കുക, ഭർത്താവിനെല്ലാം. എന്നിട്ട് ഈ നോട്ട് ബുക്കിലെ ചിത്രം ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോലക്കേട് നിങ്ങളെ വീട്ടിൽ ആർക്കും കാണുന്നുണ്ട് എങ്കിൽ പറഞ്ഞോളി, എന്തോ ഒരു തകരാറുണ്ട്. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 94 97 97 97 94. നിങ്ങൾ ഏത് നിമിഷവും വിളിച്ചോ, 24 മണിക്കൂറും ഇതിൻ്റെ വിദഗ്ധന്മാർ ഇതിൻ്റെ പുറകിലുണ്ട്. എത്രയാണ് നമ്പർ? 94 97 97 94. ഓക്കെ. ഇനി നിങ്ങളെ മക്കളില്ലേ, ഇത് ഉപയോഗിക്കുന്ന മനുഷ്യന്മാരില്ലേ, നേരെ കിടക്കാൻ പറ്റൂല, എസ് പൊളച്ചിട്ട പോലെയാണ് കിടക്കുക എന്ന് വിചാരിച്ചിട്ട് ഇന്ന് എല്ലാവരും ചെന്ന് നോക്കുമ്പോൾ ആ അന്തം വിട്ട ചെക്കൻ എസ് പോലെയാണ് കിടക്കുന്നെങ്കിൽ MDMA ഇവൻ എന്നെ കൊല്ലും എന്നൊന്നും പറയണ്ട. ചില ജന്മങ്ങൾ ആദ്യം ഇങ്ങനെ തന്നെയാണ് കിടക്കുക. ഐറ്റകളെ വലിച്ച് നീർക്കുവാനൊന്നും പോകണ്ട. പക്ഷെ പെട്ടെന്ന് നമ്മുടെ കിടത്തത്തിലൊരു മാറ്റമുണ്ട് എങ്കിൽ നമ്മളെ രീതിയിൽ, നമ്മളെ ശൈലിയിൽ ഒരു മാറ്റമുണ്ട്. രണ്ടാമത്തെ ഏറ്റവും നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം, തണുത്ത വെള്ളം ഐറ്റകൾ കുടിക്കുക, ഐസും കട്ട പോലത്തെ വെള്ളം. ഭക്ഷണം ഇടക്ക് കഴിക്കുമ്പോൾ മരണത്തീറ്റി, കഴിക്കാത്തേരത്ത് ഒന്നും കഴിക്കൂല. ഇടക്ക് അച്ഛനോടും അമ്മയോടും നല്ല ലവബിൾ പിള്ളേർ അല്ലെങ്കിൽ ലവബിൾ ഭർത്താവ്, അടുത്ത നിമിഷം ഭീകര രാക്ഷസന്മാർ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, വീട്ടിലുകാർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ. ഇത് ഉപയോഗിച്ചാൽ 48 മണിക്കൂർ ഉറങ്ങാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് നോക്കിക്കൂടെ? മനുഷ്യന്മാർ ഉറങ്ങണം നിങ്ങൾക്കറിയാമോ? രാത്രിയാണോ രാവിലെയാണോ ഉറങ്ങേണ്ടത്? എപ്പോൾ? അത് ശരി, എല്ലാം നിങ്ങൾക്ക് അറിയുകയും ചെയ്യുക. ഒരു മനുഷ്യൻ എത്ര മണിക്കൂർ ഉറങ്ങണം? എന്തിനാ സാർ ഈ പോരാട്ടം? എല്ലാവർക്കും അറിയാം. വീട്ടിലെല്ലാ മനുഷ്യന്മാരും, ഈ സ്ത്രീകൾ പെട്ടെന്ന് പ്രായമാകുന്നതിന് കാരണം എന്താ അറിയുള്ളൂ? എന്താ? ഓലിങ്ങനെ നയിക്കുന്ന പോലെ എൻ്റെ ഭാര്യ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. എന്നിട്ട് എന്നാൽ ഉണ്ടാക്കുന്നുണ്ട് 10 മണിക്ക് അങ്ങ് ഉറങ്ങിയാൽ പോരെ? 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരു മനുഷ്യനും പ്രായം തോന്നൂല എന്ന്. അതുകൊണ്ട് ഇന്ന് തൊട്ടിട്ട് നിങ്ങളെ വീട്ടിൽ രാസലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങുന്നു.
ഇവരൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഇത് മാത്രമേ ഉള്ളൂ. രാത്രി 10 മണിക്ക് വീട്ടിലെല്ലാവരും ഉറങ്ങുക, 6 മണിക്ക് എണീക്കുക. എൻ്റെ വീട്ടിലുള്ള സാറ്റർഡേ ഉറങ്ങണ്ട, ഞായറാഴ്ച എണീറ്റോട്ടെ, റിപ്പബ്ലിക് ദിനത്തിന് മരിച്ചോട്ടെ ഉറങ്ങിയിട്ട്, അങ്ങനെയൊന്നുമില്ല. എല്ലപ്പം 10 മണിക്ക് ഉറങ്ങുക, 6 മണിക്ക് എണീക്കുക. എന്നോട് മിഞ്ഞാന്ന് ക്ലാസ് എടുത്തപ്പോൾ ഒരമ്മ ചോദിച്ച ചോദ്യം എന്നറിയോ, രാത്രി ഉറങ്ങാണ്ട് രാവിലെ ഉറങ്ങിയാൽ കൂട്ടുമോ? ഞാൻ പറഞ്ഞു കൂട്ടും, കാലൻ അങ്ങ് കൂട്ടും. മനസ്സിലായില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടം രാത്രി മക്കളെ ഉറക്കുക എന്നുള്ളതാണ്. ഇത് മാത്രം നിങ്ങൾ ചെയ്യണ്ട, വേറൊരു സംഗതി നിങ്ങൾ ചെയ്യണ്ട, മക്കളെ ചേർത്തങ്ങ് പിടിക്കുക. ഞങ്ങൾക്ക് രാത്രി ഒരു ഇങ്ങനെ പോലീസിന് ഉറങ്ങണം എന്നുള്ള നല്ല മുട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് പറയുന്നത് ഇങ്ങനെ ഉറങ്ങാത്ത പോലെ നോക്കണം എന്ന് പറഞ്ഞാൽ ഞാൾ ഉറങ്ങുമെന്ന് അമ്മയ്ക്കുന്നില്ല. ഞാൾ പിന്നെ മനുഷ്യന്മാരല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രിയിൽ ഇങ്ങനെ ഈ പയ്യോളി കൂടിയും തിക്കോടി കൂടിയൊക്കെ ഞാൻ രാത്രി 11 മണിക്ക് സഞ്ചരിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്ന കാര്യം എന്നാരോ, 2 മണിക്ക് കുയ്മന്തി നിന്ന് കൊയിലാണ്ടിൽ നിന്ന് കുറേ എണ്ണം, 2 മണിക്ക് ടർഫിൽ നിന്ന് ഫുട്ബോൾ കളിക്കുന്നു. ഈറ്റകൾ മനുഷ്യന്മാറാ? ഇനി ഒരു ദിവസം കളിക്കുന്നതെന്നല്ല കേട്ടോ പറയുന്നത്, ഈ ദിവസവും രാത്രി ഉറക്കം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ക്ലാസ്സെല്ലാം കേട്ടിട്ട് കുറേ എല്ലാം മാറ്റം ഉണ്ടാവുന്ന. കഴിഞ്ഞ ദിവസം കുഞ്ഞിപ്പള്ളി ഞാൻ നോക്കുമ്പോൾ 1:15 മണിക്ക് 9ാം ക്ലാസ്സിലെ ചെക്കൻ ബൈക്ക് എടുത്തു വരുന്നു. ഞാൻ കൈ കാണിച്ച് നിർത്തി, മോനെ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞ ഒരു കട്ടൻ ചായ കുടിക്കുവാൻ പോകുന്നതാണ്. ഞാൻ ചോദിച്ചു എത്ര മണിക്ക്? 1:15. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മേൻ്റെ ഫോണിങ് എടുക്ക്, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. അപ്പോൾ ഓൻ ഒരു കൂസലില്ലാണ്ട് ഫോൺ എടുത്ത് തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവൻ്റെ അമ്മേനെ വിളിച്ചാൽ അമ്മേൻ്റെ ഓടി നിൽക്കുമല്ലോ, ഒന്നങ്ങ് കൊടുക്കുന്നെല്ലാം പറയല്ലോ എന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഹലോ. ഞാൻ പറഞ്ഞിങ്ങനെ നിങ്ങളെ മോന 1:30 ഇവിടെ കുഞ്ഞിപ്പള്ളി ഉണ്ട്. ആ ഉണ്ട്. ഞാൻ ചോദിച്ചു എവിടെയായി പോയിനി? ഓൻ എപ്പോൾ 2:30 പോക്ക് പോലീസേ, ഇന്നെന്തോ നേരത്തെ പോയതാന്ന്. ആർക്കാ കിട്ടേണ്ടത്? ഈ 2 മണിക്ക് ചായ കുടിക്കുന്നതിനെ കാണുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ഒരു സാധാ മനുഷ്യനാണോ ഓൻ? ഓൻ്റെ തലച്ചോറ് കൃത്യമായി റിലാക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും ഒരു പുനർജന്മം, ഓരോ ഉറക്കവും ഓരോ പുനർജന്മമാണ്. നിങ്ങളെ മക്കൾ 8 മണി, അതുകൊണ്ടാണ് നിങ്ങളെ വീട്ടിൽ ഇപ്പം മരിക്കുന്ന ആളെല്ലാം നോക്കുങ്ങൾ പ്രായമുള്ളവരെല്ലാം ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുക. കാരണം എന്താ അറിയോ, 8 മണിയാകുമ്പോൾ പോലും ഉറങ്ങും, 6 മണിയാകുമ്പോൾ പോലും എണീക്കും. ഈ മരിക്കുന്നതെല്ലാം 35-നും 55-നും ഇടയിലുള്ളവല്ല. കാരണം എന്താ, കുയ്മന്തിയിൽ നിന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ ഉറങ്ങാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ആ കുട്ടിക്ക് പുനർജന്മം ഉണ്ടാവുക തലച്ചോറിന്? പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ നമുക്ക് ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങണം. വീടുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ 18 വയസ്സ് വരെ പഠിക്കാൻ വേണ്ടി, നമ്മളോടൊപ്പം കളിക്കാൻ വേണ്ടി, ചിരിക്കാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി ജന്മം കൊടുത്ത നമ്മളെ മക്കളെ രാത്രി 10 മണിക്ക് ഉറക്കുക എന്നുള്ളതാണ് ഒരമ്മയ്ക്കും ഒരച്ഛനും ഈ ലഹരിക്കെതിരെ പോരാട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ ചെയ്ത് അങ്ങനെ രക്ഷപ്പെട്ടെ. ഇനി എൻ്റെ മോൻ്റെ അവകാശ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ ഐറ്റോലെ അങ്ങ് പോട്ടെ. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട, നിങ്ങൾ വേണ്ട കാപ്പാട് ബീച്ചിൽ രാത്രി 2 മണിക്ക് ചെന്ന് നോക്ക്. നിങ്ങൾ പോയിട്ടില്ലല്ലോ, 1-2 മണിക്ക് ചെന്ന് നോക്ക് എന്താ അവിടെ കാണുന്നതെന്ന്. നൈറ്റ് ലൈഫാ പോലും ഗൾഫിലുള്ള പോലെ ആവുമല്ലോ. ഇവിടെ ഗൾഫിലുള്ള ഒരു പാവം നായിക്കുന്ന പോലെ നയിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് തിന്നുന്നത്, ഓല ഉറക്കം കഴിഞ്ഞിട്ട് നമ്മളിവിടെ ജീവിക്കുന്നത്. പക്ഷേ അവരുറക്കം കഴിഞ്ഞതുപോലെ ഒരു പണിയില്ലാണ്ടും ഒരു ഗതിയില്ലാത്ത നമ്മളെന്തിനാണ് പോയിട്ട് ഉറക്കം ചെയ്യേണ്ട ആവശ്യം? ഭക്ഷണം കഴിക്കണേ ഉച്ചക്ക് പോയി തിന്ന്, വൈകുന്നേരം പോയി തിന്ന്, കളിക്കണമെങ്കിൽ വൈകുന്നേരം പോയി ഗ്രൗണ്ടിൽ കളിക്ക്. അപ്പോൾ നമ്മളെ സിസ്റ്റത്തിൽ വന്ന പാളിച്ചയാണ് ഈ ലഹരിക്കെതിരെയുള്ള കടന്നുകയറ്റത്തിനുള്ള ആവേശം. ആ ആവേശത്തെ നമുക്ക് നിർത്തണം. നിയമത്തിനനുസരിച്ച് നമുക്ക് വളർത്തണം മക്കളെ. അങ്ങനെ മക്കളും അച്ഛനും അമ്മയും ഒന്നിച്ചൊന്നായി ഈ നാട്ടിൽ കുടുംബമായി ജീവിക്കുന്ന ഒരു വീട്ടിലും ഈ പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സ് തുറന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും. അപ്പോൾ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കാതിരിക്കാൻ കാരണം ഈ ലഹരി ഉപയോഗിക്കുന്നത് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എടോ മോളെ, എനിക്കെത്ര വയസ്സായി? 14 10 മതി. ഇന്നെ തന്നെയാണ് ഞാൻ നോക്കി നടക്കുന്നത്. ഇനി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? എന്തെന്നാ ഉപയോഗിക്കുന്നത്? ഇല്ല. നെഞ്ചത്ത് കൈവച്ച് പറ. വെരി ഗുഡ്. ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കുക ഈ കുട്ടിക്ക്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങേണ്ടത് ആ കുട്ടിയിൽ നിന്നാണ്. അല്ലാണ്ട് നിങ്ങളിപ്പം നെഞ്ചത്ത് കൈവച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ആരെയാണ് രക്ഷിക്കേണ്ടത്? ഈ തലമുറയെ നമുക്ക് ചേർത്ത് നിർത്തണം, ചേർത്ത് പിടിക്കണം, അവരെ കളിക്കാൻ അനുവദിക്കണം, അവരെ പഠിക്കാൻ അനുവദിക്കണം, അവരെ നിയന്ത്രണത്തിൽ മനുഷ്യക്കുട്ടികളായി പോറ്റാൻ നമുക്ക് കഴിയുമാറാകട്ടെ. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിക്ക്, തുഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന് പറയുന്ന പരിപാടിക്ക് സപ്പോർട്ട് തന്ന ഇതിൻ്റെ സംഘാടകർക്ക്, എന്നെ ക്ഷണിക്കാൻ, എന്നെ എന്താ പറയുക, അഭിനന്ദിക്കാൻ സന്മനസ് കാണിച്ച ഇതിൻ്റെ പ്രവർത്തകർക്ക്, അതിലേറെ ഇത്രയും നേരം എന്നെ മൂച്ചിട്ടാണെങ്കിലും ശപിച്ചിട്ടാണെങ്കിലും എന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങളുടെ ഉള്ളിൽ പേടിയുള്ളൊരു മനസ്സുണ്ട്.
നിങ്ങളെ ഉള്ളിൽ നല്ലൊരു അമ്മയുണ്ട്, നല്ലൊരു അച്ഛനുണ്ട്, നല്ലൊരു സഹോദരനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്ന അവസരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം തൂഫാൻ വാര്യറായി നിങ്ങളുമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.